നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ വയ്ക്കുമ്പോഴേ ചെറിയ വീടായാലും വലിയ വീടായാലും സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഒരു പേയ്മെൻറ്റ് പാറ്റേൺ ഉണ്ടാവുക? ഒന്നുകിൽ ഒരു കോൺട്രാക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബിൽഡറിൻ്റെ അടുത്തോ കുറച്ച് അഡ്വാൻസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും ആര് ക്ലയൻറ്റ്, അല്ലെങ്കിലോ ക്ലയൻറ്റ് കുറച്ച് അവർക്ക് കൊടുക്കാനുണ്ടാവും. ഏതായാലും അങ്ങനെ ഒരു ബാലൻസ് ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാപ്പ് അവിടെ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു ഡിസ്പ്യൂട്ടോ ഒരു ചാൻസസ് വളരെ താരതമ്യേന കൂടുതലാണ്. ഇതാണ് നമ്മുടെ അനുഭവം വരുന്നത്. അപ്പോൾ ഈ അനുഭവം വെച്ചുകൊണ്ടും ഞങ്ങളുടെ ടീം R&D ചെയ്ത് സിറ്റി ബിൽഡേഴ്സ് ആപ്പിനകത്ത് കൊണ്ട് ഒരു എഫക്റ്റീവും എഫിഷ്യൻറ്റും ആയിട്ടൊരു പേയ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സിസ്റ്റം എന്താണ് പറയുക, ഒരു കോഷൻ ഡെപ്പോസിറ്റ് മാത്രം കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ലൈറ്റിൽ POസും വർക്ക് ഓർഡേഴ്സൊക്കെ കൊടുത്ത് മെറ്റീരിയൽ സൈറ്റിൽ വന്ന് ഇറങ്ങിയതിന് ശേഷവും വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും വിത്തിൻ 24 hours ഓട്ടോമാറ്റിക്കായിട്ട് ഓൺലൈനിൽ പേയ്മെൻറ്റ് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് വെൻഡർക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ വർക്കേഴ്സ് നേരിട്ട് എത്തുന്ന പോലുള്ള ഒരു സൂപ്പർ എഫിഷ്യൻറ്റ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം ക്ലയൻറ്റും വളരെ സേഫായിരിക്കും, വർക്കേഴ്സും വളരെ വർക്കേഴ്സ് കോൺട്രാക്ടേഴ്സ് വെൻഡേഴ്സും ഒക്കെ വളരെ സേഫായിരിക്കും. റൈറ്റ്? അപ്പോൾ ഇതേപോലെ എനിക്ക് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും പറ്റാവുന്നത്ര അഡ്വാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാതെ തിരിച്ച് ഇങ്ങോട്ട് കടം പൈസ കൊടുക്കാനും ഇല്ലാതെ, ക്ലയൻറ്റ് കൂടുതൽ കോൺട്രാക്ടേഴ്സിന് ആർക്കും കൊടുക്കാനും ഇല്ലാതെ, കോൺട്രാക്ടേഴ്സ് അങ്ങോട്ട് കൂടുതൽ അഡ്വാൻസും വാങ്ങിക്കാതെ പറ്റാവുന്നതിൻ്റെ അത്ര വളരെ ക്ലിയറായിട്ട് ലേബർ എസ്റ്റിമേറ്റും മെറ്റീരിയൽ എസ്റ്റിമേറ്റും ഒക്കെ ഇട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേയിൽ കൂടെ പുറത്ത് നമ്മൾ കൊണ്ടുപോയാലും കുഴപ്പമൊന്നും വരില്ല. പക്ഷേ ഇത് ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യാൻ വഴിയുള്ളൂ. ഡു ദ ബെസ്റ്റ്. താങ്ക് യു.